Hi everyone, I'm Shamir. Welcome back. Learn English through reading newspaper. Reading newspapers will help you in your English learning journey. Reading newspapers really important for improving your English speaking skills. Please watch the video till the end. Definitely this video will help you to learn English. അയൺ റിച്ച് ബീട്രൂട്ട്. റിച്ച് എന്നാൽ ഇവിടെ ധാരാളം അടങ്ങിയ എന്നുള്ള അർത്ഥമാണ്. പോഷക ഗുണം കൂടിയ അയൺ റിച്ച് ബീട്രൂട്ട്. അയൺ ഗുണം കൂടിയിട്ടുള്ള വളരെ സമൃദ്ധമായിട്ടുള്ള ബീട്രൂട്ട് ഈസ് പോയിസണസ്. പോയിസണസ് എന്നാൽ വിഷമുള്ള എന്നുള്ള അർത്ഥമാണ്, അപായകരമായിട്ടുള്ള. ഫോർ ദീസ് പീപ്പിൾ, ഈ പറയുന്ന ആളുകൾക്ക് അയൺ അടങ്ങിയിട്ടുള്ള വളരെ സമൃദ്ധമായിട്ടുള്ള ബീട്രൂട്ട് വളരെ വിഷം അടങ്ങിയതാണ്, അപായകരമായതാണ്. നോ, അറിയുക. ഹൂ ഷുഡ് നോട്ട് ഈറ്റ് ഇറ്റ്, ഇത് ആരാണ് കഴിക്കാൻ പാടില്ലാത്തത് എന്ന് അറിയുക. ബീട്രൂട്ട് ഈസ് എ ഫ്രൂട്ട്. ബീട്രൂട്ട് ഒരു പഴമാണ്. ദാറ്റ് ഈസ് കൺസിഡേർഡ് വെരി ബെനഫിഷ്യൽ ഫോർ ഹെൽത്ത്. അത് ആരോഗ്യത്തിന് വളരെ നല്ലതായിട്ട് പരിഗണിക്കപ്പെടുന്ന ഒരു പഴമാണ് ബീട്രൂട്ട്. ബെനഫിഷ്യൽ എന്നാൽ ഗുണം ഏറിയ, ഫോർ ഹെൽത്ത് എന്നാൽ ആരോഗ്യത്തിന് ഗുണമുള്ള, കൺസിഡേർഡ് എന്നാൽ പരിഗണിക്കപ്പെടുന്ന. ഇറ്റ് ഈസ് റിച്ച് ഇൻ വൈറ്റമിൻസ്. ഇത് വൈറ്റമിൻസുകൾ, ജീവകങ്ങൾ ധാരാളം അടങ്ങിയിട്ടുള്ള പഴമാണ്. മിനറൽസ് ആൻഡ് ആൻറ്റി ഓക്സിഡൻസ്. ആൻറ്റി ഓക്സിഡൻസുകളും മിനറൽസുകളും ധാരാളം അടങ്ങിയിട്ടുള്ള പഴമാണ്. ഡോക്ടേഴ്സ് റെക്കമെൻഡ്, ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നു. ഇൻക്ലൂഡിങ് ഇറ്റ് ഇൻ യുവർ ഡയറ്റ്, നിങ്ങളുടെ ഡയറ്റിലടക്കം, നിങ്ങളുടെ ഭക്ഷണക്രമത്തിലടക്കം, പഥ്യത്തിലടക്കം ഇത് ഡോക്ടർമാർ ഉൾപ്പെടുത്താൻ നിർദ്ദേശിക്കുന്നു. ഇഫ് ദർ ഈസ് എ ലാക്ക് ഓഫ് ബ്ലഡ് ഇൻ ദ ബോഡി. ലാക്ക് എന്നാൽ കുറവ് എന്നുള്ള അർത്ഥമാണ്. ഇഫ് ദർ ഈസ് എന്നാൽ ഉണ്ടെങ്കിൽ എന്നാണ് അർത്ഥം. ശരീരത്തിൽ രക്തത്തിൻ്റെ അഭാവമുണ്ടെങ്കിൽ നിങ്ങളുടെ ഡയറ്റിൽ അടക്കം ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന പഴമാണ് ബീട്രൂട്ട്. ഇറ്റ്സ് ജ്യൂസ്, അതിൻ്റെ ജ്യൂസ്, പഴച്ചാറ്, ഈസ് എൻ എക്സലൻറ്റ് ഡിറ്റോക്സിഫയർ. ഡീറ്റോക്സിഫയർ എന്നാൽ അർത്ഥം വിഷനാശിനി എന്നുള്ള അർത്ഥമാണ്, വിഷനിർമാർജകൻ. ഫോർ ദ ബോഡി, ശരീരത്തിന് ഒരു വിഷനാശിനിയാണ്. ശരീരത്തിലുള്ള വിഷങ്ങൾ കളയാൻ വേണ്ടിയിട്ട് വളരെ നല്ലതായിട്ടുള്ള ഒരു പഴച്ചാറാണ് ഈ ബീട്രൂട്ടിൻ്റെ പഴച്ചാറ്. ഹവവർ എന്നാൽ ഡിസ്പൈറ്റ് ഓൾ ദീസ് ക്വാളിറ്റീസ്. ഡിസ്പൈറ്റ് എന്നാൽ എന്നിട്ട് പോലും എന്നുള്ള അർത്ഥമാണ്. ഡിസ്പൈറ്റ് ഓൾ ദീസ് ക്വാളിറ്റീസ്, ഈ എല്ലാ ഗുണങ്ങളും ഉണ്ടെങ്കിൽ പോലും, ദിസ് സൂപ്പർ ഫുഡ്, ഈ നല്ല ഭക്ഷണം, ക്യാൻ ഓൾസോ ബി ഹാംഫുൾ ടു സം പീപ്പിൾ. ഹാംഫുൾ എന്നാൽ ദോഷകരമായ എന്നുള്ള അർത്ഥമാണ്, അപായരഹിതമായിട്ടുള്ള. ക്യാൻ ഓൾസോ ബി ഹാംഫുൾ ടു സം പീപ്പിൾ, ഈ നല്ല ഭക്ഷണം ചില ആളുകൾക്ക് ദോഷകരമായതും ആയേക്കും, അതിനും സാധ്യതയുണ്ട്. ഇങ്ങനെയൊക്കെ വളരെ നല്ല ഗുണങ്ങളുണ്ടെങ്കിലും ചില ആളുകൾക്ക് ഇത് വളരെ ദോഷകരമായതാണ് ഈ ഭക്ഷണം. ലെറ്റ്സ് ഫൈൻഡ് ഔട്ട് ഫോർ വിച്ച് പീപ്പിൾ ഇറ്റ്സ് യൂസ് ക്യാൻ ബി ഹാംഫുൾ. ഹാംഫുൾ എന്നാൽ ഹാനികരമായ. ലെറ്റ്സ് ഫൈൻഡ് ഔട്ട്, നമുക്ക് മനസ്സിലാക്കാം, നമുക്ക് പഠിക്കാം. ഫോർ വിച്ച് പീപ്പിൾ ഇറ്റ്സ് യൂസ് എന്നാൽ ഇതിൻ്റെ ഉപയോഗം, ക്യാൻ ബി ഹാംഫുൾ, ദോഷകരമായേക്കും. ഇതിൻ്റെ ഉപയോഗം ആർക്കാണ്, ഏത് ആളുകൾക്കാണ് ദോഷകരമായത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഹൂ ഷുഡ് നോട്ട് ഈറ്റ് ബീട്രൂട്ട്, ആരാണ് ബീട്രൂട്ട് കഴിക്കാൻ പാടില്ലാത്തത്. കിഡ്നി സ്റ്റോൺസ്, കിഡ്നിയിൽ കല്ലുള്ളവർ ഇത് കഴിക്കരുത്. അത്തരം ആളുകളാണ് കഴിക്കാൻ പാടില്ലാത്ത ഒരു വിഭാഗം ആളുകൾ. ബീട്രൂട്ട് ഈസ് എൻ എക്സലൻറ്റ് സോഴ്സ് ഓഫ് ന്യൂട്രിയൻസ് ലൈക്ക് ഫോലേറ്റ് ആൻഡ് മാഗ്നീസ്. ഫോലേറ്റ് പോലെയും മാംഗനീസ് പോലെയുമുള്ള പോഷക ഗുണങ്ങൾ ധാരാളം അടങ്ങിയിട്ടുള്ള ഒരു ഭക്ഷണമാണ് ബീട്രൂട്ട്. ഇറ്റ് കണ്ടെയ്ൻസ് എ ലോട്ട് ഓഫ് ഓക്സലൈറ്റ് വിച്ച് ക്യാൻ ബി റെസ്പോൺസിബിൾ ഫോർ കിഡ്നി സ്റ്റോൺസ്. കണ്ടെയ്ൻ എന്നാൽ ഉൾക്കൊള്ളുന്ന എന്നുള്ള അർത്ഥം. ഇറ്റ് കണ്ടെയ്ൻസ്, ഇതിൽ ഉൾക്കൊള്ളുന്നു. എ ലോട്ട് ഓഫ് ഓക്സലൈറ്റ്, ധാരാളം ഓക്സലൈറ്റുകൾ ഇതിൽ ഉൾക്കൊള്ളുന്നു. വിച്ച്, അത്, ഈ ഓക്സലൈറ്റ് ക്യാൻ ബി റെസ്പോൺസിബിൾ ഫോർ കിഡ്നി സ്റ്റോൺസ്, കിഡ്നിയിൽ കല്ലുകൾ ഉണ്ടാകുന്നതിന് ഇത് കാരണം ആയേക്കും. ഇതിൽ ധാരാളം ഓക്സലൈറ്റുകൾ ഉണ്ട്. അത്
എന്താണ് കിഡ്നിയിൽ കല്ലുകൾ ഉണ്ടാകാൻ കാരണമായേക്കും. എസ്പെഷ്യലി പ്രത്യേകിച്ചും ഇഫ് യു ആർ സഫറിങ് ഫ്രം കിഡ്നി സ്റ്റോൺ പ്രോബ്ലംസ്. പ്രത്യേകിച്ചും നിങ്ങൾ കിഡ്നിയിൽ കല്ലുകൾ ഉള്ള പ്രശ്നം ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഇത് ഡു നോട്ട് ഈറ്റ് ഇറ്റ് ബൈ മിസ്റ്റേക്ക്. നിങ്ങൾ തെറ്റുപറ്റിക്കൊണ്ട് നിങ്ങൾ ഒരിക്കലും എന്താണ് ഇത് ഭക്ഷിക്കരുത്. ബൈ മിസ്റ്റേക്ക് എന്നാൽ മറന്നുകൊണ്ടോ അല്ലെങ്കിൽ അത് കണക്കിലെടുക്കാതെയോ നിങ്ങൾ ഇത് പ്രത്യേകിച്ചും കഴിച്ചു പോകരുത് നിങ്ങൾ കിഡ്നിയിൽ കല്ലുകൾ ഉള്ളവരാണെങ്കിൽ. ലോവറിങ് ബ്ലഡ് പ്രഷർ. രക്തസമ്മർദ്ദം കുറക്കുന്നു. രക്തസമ്മർദ്ദം കുറവുള്ള ആളുകളും ബീട്രൂട്ട് കഴിക്കരുത്. ഡ്രിങ്കിങ് ബീട്രൂട്ട് ജ്യൂസ് ഹെൽപ്സ് ഇൻ റെഡ്യൂസിങ് ഹൈ ബ്ലഡ് പ്രഷർ ബിക്കോസ് ബീറ്റ്സ് കണ്ടെയ്ൻ നൈട്രേറ്റ്സ്. ഡ്രിങ്കിങ് ബീട്രൂട്ട് ജ്യൂസ് ബീട്രൂട്ട് ജ്യൂസ് കുടിക്കൽ സഹായിക്കുന്നു. ബീട്രൂട്ട് ജ്യൂസ് സഹായിക്കുന്നു, അത് കുടിക്കുന്നത് സഹായിക്കുന്നു ഇൻ റെഡ്യൂസിങ് ഹൈ ബ്ലഡ് പ്രഷർ ബിക്കോസ് ബീറ്റ് കണ്ടെയ്ൻ നൈട്രേറ്റ്സ്. ഈ ജ്യൂസിൽ ബീട്രൂട്ടിൽ അടങ്ങിയിട്ടുണ്ട്, നൈട്രേറ്റ്സുകൾ അടങ്ങിയിട്ടുണ്ട്. ഉയർന്ന രക്തസമ്മർദ്ദം അത് കുറക്കാൻ വേണ്ടിയിട്ട് ഈ ബീട്രൂട്ടിൻ്റെ ജ്യൂസ് സഹായിക്കുന്നു. നൈട്രേറ്റ്സ് ഇൻക്രീസ്. നൈട്രേറ്റ് വർദ്ധിപ്പിക്കുന്നു ദ പ്രൊഡക്ഷൻ ഓഫ് നൈട്രിക് ഓക്സൈഡ്. നൈട്രിക് ഓക്സൈഡിൻ്റെ ഉൽപ്പാദനം നൈട്രേറ്റ്സ് വർദ്ധിപ്പിക്കുന്നു. ആയതുകൊണ്ട് താഴ്ന്ന രക്തസമ്മർദ്ദമുള്ള ആളുകൾ ഈ ബീട്രൂട്ട് കഴിക്കരുത്. അവരുടെ രക്തസമ്മർദ്ദം കൂടുതൽ കുറയാനായിട്ട് ഇത് കാരണമാകും. എന്നാൽ എന്താണ്, ബ്ലഡ് പ്രഷർ കൂടുതൽ ഉള്ള ആളുകൾക്ക് ഇത് ഗുണവും ചെയ്യും. അവരുടെ രക്തസമ്മർദ്ദം കുറയ്ക്കാനും ഇത് നല്ലതാണ്. എന്നാൽ നിലവിൽ തന്നെ രക്തസമ്മർദ്ദം കുറവുള്ള ആളുകൾ ഇത് കഴിക്കാനും പാടില്ല. എന്നാൽ ഇഫ് യു ഹാവ് ലോ ബ്ലഡ് പ്രഷർ, നിങ്ങൾക്ക് കുറഞ്ഞ രക്തസമ്മർദ്ദമുണ്ട് എന്നുണ്ടെങ്കിൽ, കുറഞ്ഞ രക്തസമ്മർദ്ദമുള്ള ആളുകളാണ് നിങ്ങൾ എങ്കിൽ, ഡോണ്ട് ഈറ്റ് ഇറ്റ് ബൈ മിസ്റ്റേക്ക്. നിങ്ങൾ പിശക് പറ്റിക്കൊണ്ട് നിങ്ങൾ ഇത് കഴിക്കരുത്. പീപ്പിൾ വിത്ത് ലോ ബ്ലഡ് പ്രഷർ, ഹൈപ്പോടെൻഷൻ എന്നാണ് ഈ അസുഖത്തിൻ്റെ പേര്. രക്തസമ്മർദ്ദം അസാധാരണമായി കുറഞ്ഞ അവസ്ഥ, ഇതാണ് അർത്ഥം. ഈ അവസ്ഥ ഉള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഇത് കഴിക്കരുത്. ഷുഡ് ഈറ്റ് ബീറ്റ്സ് വിത്ത് കോഷ്യൻ. കോഷ്യൻ എന്നാൽ ജാഗ്രത എന്നുള്ള അർത്ഥമാണ്. ജാഗ്രതയോടുകൂടി നിങ്ങൾ കഴിക്കണം. ബീട്രൂട്ട് നിങ്ങൾ കഴിക്കുമ്പോൾ എങ്ങനെ കഴിക്കണം? വിത്ത് കോഷ്യൻ, ജാഗ്രതയോടുകൂടി കഴിക്കണം. നിങ്ങൾക്ക് ഈ രക്തസമ്മർദ്ദം കുറയുന്ന അവസ്ഥ നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ, ആസ് ഇറ്റ് ക്യാൻ വേഴ്സൺ ദ കണ്ടീഷൻ. ആയതുകൊണ്ടാണ് എന്താണ്, ഇറ്റ് ക്യാൻ വേഴ്സൺ എന്നാൽ വഷളാകുക എന്നുള്ള അർത്ഥം. ദ കണ്ടീഷൻ, അവസ്ഥ. ഈ രക്തസമ്മർദ്ദം കുറയുന്ന അവസ്ഥ അത് വഷളാകും, അത് ശരീരത്തിന് ദോഷകരമാകുന്നത് കാരണം നിങ്ങൾ വളരെ ജാഗ്രതയോടുകൂടി ബീട്രൂട്ട് കഴിക്കണം, നിങ്ങൾ രക്തസമ്മർദ്ദം കുറവുള്ള ആളുകളാണ് എങ്കിൽ. ഡയബറ്റിക്, പ്രമേഹ രോഗമുള്ള ആളുകൾ ഇത് കഴിക്കാൻ പാടില്ല. ബീട്രൂട്ട് ഈസ് റിച്ച് ഇൻ ഫൈബർ ആൻഡ് ഹാസ് എ ലോ ഗ്ലൈസീമിക്. ബീട്രൂട്ട് വളരെയധികം ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണമാണ്. ആൻഡ് ഹാസ് എ ലോ ഗ്ലൈസീമിക് ഇൻഡെക്സ്. ഗ്ലൈസീമിക്കിൻ്റെ അളവ് എന്താണ്, വളരെ താഴ്ന്ന തോതിലുള്ള ഒരു ഭക്ഷണവുമാണ്. യെറ്റ് ഈഫ് കൺസ്യൂംഡ് ഇൻ എക്സസ് എന്നാൽ അധികം എന്നുള്ള അർത്ഥമാണ്. യെറ്റ് ഇഫ് കൺസ്യൂംഡ് ഇൻ എക്സസ്, അധികമായിട്ടുള്ള തോതിൽ ഇത് ഭക്ഷിച്ചു കഴിഞ്ഞാൽ, ദ ഷുഗർ കണ്ടൻറ്റ് ഇൻ ഇറ്റ് ക്യാൻ എഫക്റ്റ് ബ്ലഡ് ഷുഗർ ലെവൽസ്. ഇതിൽ അടങ്ങിയിട്ടുള്ള പഞ്ചസാരയുടെ അളവ്, ആ പഞ്ചസാര അത് എന്താകും, ബ്ലഡ് ഷുഗർ ലെവലിനെ ബാധിക്കും. ശരീരത്തിൽ പ്രമേഹം എന്താകും, കൂടുതൽ അധികമാകും. ദെർഫോർ, ആയതുകൊണ്ട്, ഡയബറ്റിക്സ് ഓർ ദോസ് ഹു വാണ്ട് ടു കൺട്രോൾ ദെയർ ബ്ലഡ് ഷുഗർ, അതുകൊണ്ട് എന്താണ്, പ്രമേഹമുള്ള ആളുകൾ
അതുപോലെ ഈ ഷുഗറിൻ്റെ അളവ് ബ്ലഡ് ഷുഗറിൻ്റെ അളവ് കുറയ്ക്കണം എന്നുള്ളവരും ഷുഡ് റെഡ്യൂസ് കുറയ്ക്കാം ദർ ഇൻടേക്ക് ഓഫ് ബീട്രൂട്ട്. ഇൻടേക്ക് എന്നാൽ കഴിക്കുക എന്നുള്ള അർത്ഥമാണ്. ആ ബീട്രൂട്ട് കഴിക്കുന്നത് അവർ കുറയ്ക്കണം, ഈ ബ്ലഡ് ഷുഗറിൻ്റെ അളവ് കുറയ്ക്കണം എന്നുള്ളവരും അതുപോലെ പ്രമേഹ രോഗം ഉള്ള ആളുകളും. കാരണം എന്താണ്? ഈ ബീട്രൂട്ടിൽ ധാരാളം പഞ്ചസാര അടങ്ങിയിരിക്കുന്നു ആയതുകൊണ്ട്. റിച്ച് ഇൻ അയൺ, അയൺ ധാരാളം, ഇരുമ്പ് സത്ത് ധാരാളം അടങ്ങിയിട്ടുണ്ട്. ബീട്രൂട്ട് ഈസ് എൻ എക്സലൻറ്റ് സോഴ്സ് ഓഫ് അയൺ. ഒരുപാട് അയൺ ഉള്ള, ഇരുമ്പ് സത്ത് അടങ്ങിയിട്ടുള്ള ഭക്ഷണമാണ് ബീട്രൂട്ട്. വിച്ച് അത്, വിച്ച് ഈസ് ജനറലി ബെനഫിഷ്യൽ ഫോർ പീപ്പിൾ ഹൂ സഫർ ഫ്രം അയൺ ഡെഫിഷ്യൻസി. ഡെഫിഷ്യൻസി എന്നാൽ കുറവ് എന്നുള്ള അർത്ഥമാണ്. ഇരുമ്പിൻ്റെ അംശം, അയണിൻ്റെ അളവ് കുറവുള്ള രോഗം, ഈ പ്രശ്നമുള്ള ആളുകളാണ് അത്തരം ആളുകൾക്ക് പൊതുവായി വളരെ നല്ല ഗുണം ചെയ്യുന്ന ഭക്ഷണമാണ് ബീട്രൂട്ട്. ഹവവർ എന്നാൽ പീപ്പിൾ വിത്ത് ഡിസീസ് ലൈക്ക് ഹീമോക്രോമറ്റോറ്റസ്, ഈ ഹീമോക്രോമറ്റോറ്റസ് എന്ന അസുഖം ഉള്ള ആളുകൾ, ഡിസീസ് എന്ന അസുഖം, ഇതുപോലത്തെ അസുഖം ഉള്ള ആളുകൾ. ഈ രോഗം എന്ന് പറഞ്ഞാൽ, ഈ ഹീമോക്രോമറ്റോറ്റസ് എന്ന് പറഞ്ഞിട്ടുള്ള രോഗം എന്താണെന്ന് വെച്ചാൽ, ശരീരത്തിൽ ഇരുമ്പ്, അതായത് ശരീരത്തിൽ അമിതമായി ഇരുമ്പ് ശേഖരിക്കപ്പെടുന്നു. ഇത് കരൾ, ഹൃദയം, മറ്റ് അവയവങ്ങൾക്ക് നാശം വരുത്താം. ഈ ഒരു അവസ്ഥ, ധാരാളം ഇരുമ്പ് ശരീരത്തിൽ ശേഖരിക്കപ്പെടുക, ഈ അസുഖം ആണ്. ഈ അസുഖം ഉള്ള ആളുകൾ, ഇതുപോലത്തെ അസുഖമുള്ള ആളുകൾ ഷുഡ് അവോയ്ഡ് ഉപേക്ഷിക്കണം ഈറ്റിംഗ് എക്സസ് ബീറ്റ്സ്, ധാരാളം ബീട്രൂട്ട് കഴിക്കൽ. ഈ അസുഖമുള്ള ആളുകൾ, ഇത്തരം അസുഖമുള്ള ആളുകൾ ഈ ബീട്രൂട്ട് ധാരാളം കഴിക്കൽ ഉപേക്ഷിക്കണം. എന്നാൽ എന്താണ്, ഇരുമ്പിൻ്റെ അംശം കുറവ് ഉള്ള ആളുകൾ എന്താണ്, അവർക്ക് ഈ ഭക്ഷണം, ഈ ബീട്രൂട്ട് വളരെ നല്ലതുമാണ്. എന്നാൽ ഇപ്പറഞ്ഞിട്ടുള്ള ആളുകൾക്ക് ഇരുമ്പിൻ്റെ അംശം കൂടിപ്പോകുക ശരീരത്തിൽ, ഈ അസുഖമുള്ള ആളുകൾ ഇത് ധാരാളം കഴിക്കാനും പാടില്ല. സ്റ്റൊമക്ക്, ഉദരസംബന്ധമായിട്ടുള്ള അസുഖമുള്ളവർ ഇത് കഴിക്കാൻ പാടില്ല. ബീറ്റ്സ് ക്യാൻ സംടൈംസ് കോസ് ഡൈജസ്റ്റീവ് ഡിസ്കംഫേർട്ട്. ഡൈജസ്റ്റീവ് എന്നാൽ ദഹന സംബന്ധമായ എന്നുള്ള അർത്ഥമാണ്. ഡിസ്കംഫേർട്ട് എന്നാൽ അസ്വസ്ഥത, സംബന്ധമായിട്ടുള്ള അസ്വസ്ഥത ഉള്ള ആളുകൾ, ഇത്തരം ആളുകൾ ഇത് കഴിക്കാൻ പാടില്ല. അതിന് ഇത് ചിലപ്പോൾ കാരണമായേക്കും ബീട്രൂട്ട് കഴിക്കുന്നത്. ഇൻക്ലൂഡിങ് ബ്ലോട്ടിംഗ് ഓർ ഗ്യാസ് ഉണ്ടാവുക, അതുപോലെ ബ്ലോട്ട് എന്നാൽ വീർക്കുക, വയറ് വീർക്കുക, ഇതിനടക്കം ഇത് ചിലപ്പോൾ കാരണമായേക്കും. എസ്പെഷ്യലി പ്രത്യേകിച്ചും വെൻ കൺസ്യൂംഡ് ഇൻ ലാർജ് ക്വാണ്ടിറ്റീസ്, ലാർജ് എന്നാൽ കൂടിയ അളവിൽ ഇത് കഴിക്കുന്ന സമയത്ത് പ്രത്യേകിച്ചും എന്താണ്, ഇത്തരം പ്രശ്നങ്ങൾ, ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. അഡീഷണലി കൂടാതെ ദ ഹൈ ഫൈബർ കണ്ടൻറ്റ്, വളരെ ഉയർന്ന രൂപത്തിലുള്ള ഫൈബർ കണ്ടൻറ്റ് മേ എക്സാസർബേറ്റ് എന്നാൽ വർദ്ധിപ്പിക്കുക എന്നാണ് അർത്ഥം. അത് ഈ ഉയർന്ന തോതിലുള്ള ഫൈബർ കണ്ടൻറ്റ് മേ എക്സാസർബേറ്റ് വർദ്ധിപ്പിച്ചേക്കും സിംറ്റംസ് ഇൻ പീപ്പിൾ. സിംറ്റംസ് എന്നാൽ ലക്ഷണങ്ങൾ, ഇൻ പീപ്പിൾ ആളുകളിൽ ലക്ഷണങ്ങൾ വർദ്ധിപ്പിച്ചേക്കും വിത്ത് ഇറിറ്റബിൾ ബൗൾ സിൻഡ്രോം. ഇറിറ്റബിൾ ബൗൾ സിൻഡ്രോം എന്നാൽ കുടലിളക്കം എന്നാണ് അർത്ഥം. വയറുവേദന, വയറിളക്കം, വയറുമുറുക്കം, ഇതൊക്കെയാണ് അർത്ഥം. ഇത്തരം ലക്ഷണങ്ങൾ, ഇത്തരം അസുഖങ്ങൾ ഉള്ള ആളുകൾ, ഇത്തരം അസുഖ ലക്ഷണങ്ങൾ എന്താകും ആളുകളിൽ വർദ്ധിച്ചേക്കും. ഇതിൽ ധാരാളം ഫൈബർ കണ്ടൻറ്റ് ഉണ്ട് ആയതുകൊണ്ട് അതിനുള്ള സാധ്യതയുണ്ട്. ഇത്തരം വയറ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ഉള്ളവർ ഇത് ധാരാളം കഴിക്കാൻ പാടില്ല. അലർജി സഫേഴ്സ്, അലർജി ഉള്ള ആളുകൾ ഇത് കഴിക്കാൻ പാടില്ല. ബീട്രൂട്ട് ക്യാൻ കോസ് അലർജീസ്, ബീട്രൂട്ട് അലർജിക്കും കാരണമായേക്കും. റിസൾട്ടിങ് ഇൻ സിംറ്റംസ് സച്ച് ആസ്
റാഷ് എന്നാൽ തടിപ്പ് എന്നുള്ള അർത്ഥമാണ്. കരപ്പൻ, ശരീരത്തിൽ ചൊറിഞ്ഞു പൊട്ടുക. ഇത്തരം അസുഖങ്ങൾക്ക് ഇത് കാരണമായേക്കും. ഇച്ചിങ് എന്നാൽ ചൊറിച്ചിലിന് കാരണമായേക്കും. ഓർ ഡിഫിക്കൽട്ടി ബ്രീത്തിങ്, ശ്വാസം സംബന്ധമായിട്ടുള്ള അസുഖം, ശ്വാസത്തിനെന്താവും ബുദ്ധിമുട്ട് ആയേക്കും. ഇത്തരം അസുഖങ്ങൾക്കൊക്കെ ഇത് കാരണമായേക്കും ബീട്രൂട്ട്. അലർജി ഉള്ള ആളുകൾക്ക്. ഇഫ് സംവൺ എക്സ്പീരിയൻസസ് an allergic reaction after eating beetroot, ആരെങ്കിലും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ, അലർജിക് റിയാക്ഷനുകൾ ഉണ്ടാവുകയാണെങ്കിൽ, എന്തിനു ശേഷം ആഫ്റ്റർ ഈറ്റിംഗ് ബീട്രൂട്ട് കഴിച്ചതിന് ശേഷം ഇത്തരം പ്രശ്നങ്ങൾ ആർക്കെങ്കിലും ഉണ്ടാകുകയാണെങ്കിൽ, ദേ ഷുഡ് കൺസൾട്ട് എ ഡോക്ടർ ഇമീഡിയറ്റ്ലി എന്നാൽ പെട്ടെന്ന് തന്നെ അവർ ഒരു ഡോക്ടറെ കാണണം, ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം. ഇത്തരം പ്രശ്നങ്ങൾ ആർക്കെങ്കിലും, ഇത്തരം അലർജികൾ ഇത് കഴിച്ചതിന് ശേഷം ഉണ്ടാകുകയാണെങ്കിൽ. വെൻ ഷുഡ് യു ഈറ്റ് ബീറ്റ്സ് ഇൻ മോഡറേഷൻ? മോഡറേഷൻ എന്നാൽ പാകത്തിന് എന്നുള്ള അർത്ഥം. എപ്പോഴാണ് നിങ്ങൾ പാകത്തിന്, ഒരു മിതമായ രീതിയിൽ ബീട്രൂട്ട് കഴിക്കേണ്ടത്? റെഡ് ഓർ പിങ്ക് യൂറിൻ ആൻഡ് സ്റ്റൂൾ ആഫ്റ്റർ ഈറ്റിംഗ് ബീറ്റ്സ് ആർ യൂഷ്വലി നോട്ട് ഹാംഫുൾ. ചുവപ്പ് നിറത്തിലുള്ളതോ പിങ്ക് നിറത്തിലുള്ളതോ ആയിട്ടുള്ള മൂത്രം, ആൻഡ് സ്റ്റൂൾ എന്നാൽ മലം എന്നുള്ള അർത്ഥമാണ്. മലവും മൂത്രവും, ഇത്തരം നിറത്തിലുള്ള മലവും മൂത്രവും ആഫ്റ്റർ ഈറ്റിംഗ് ബീറ്റ്സ് ആർ യൂഷ്വലി നോട്ട് ഹാംഫുൾ. സാധാരണയായിട്ട് ബീട്രൂട്ട് കഴിച്ചതിന് ശേഷം ഇത്തരം നിറത്തിലുള്ള മൂത്രം അതല്ലെങ്കിൽ മലം ഉണ്ടാകുന്നത് സാധാരണയാണ്. അത് ശരീരത്തിന് അപായം വരുത്തുന്നതല്ല. ബട്ട് ദേ ക്യാൻ ബി എ സൈൻ ഓഫ് ഓവർ ഈറ്റിംഗ്. എന്നാൽ അത് ഇത് ഈ ബീട്രൂട്ട് ധാരാളം കഴിക്കുന്നതിൻ്റെ സൂചന ആയേക്കും. എന്നാൽ ശരീരത്തിന് ഹാംഫുൾ അല്ല, അപായരഹിതമായിട്ടുള്ളത് അല്ല. സിംറ്റംസ്, ലക്ഷണങ്ങൾ, സച്ചാസ് ഡയേറിയ പോലുള്ള ലക്ഷണങ്ങൾ. ഡയറിയ എന്നാൽ വയറിളക്കം എന്നുള്ള അർത്ഥമാണ്. നോഷിയ എന്നാണ് ബ്രിട്ടീഷ് പ്രൊനൗൺസിയേഷൻ. നോഷ എന്നാണ് അമേരിക്കൻ പ്രൊനൗൺസിയേഷൻ. ഇതിനർത്ഥം ഛർദി എന്നുള്ള അർത്ഥമാണ്. ഛർദി അതുപോലെ വയറിളക്കം, ഇത്തരത്തിലുള്ള രോഗലക്ഷണങ്ങൾ ഓർ സ്റ്റൊമക് പെയിൻ അതല്ലെങ്കിൽ വയറുവേദന മേ ഇൻഡിക്കേറ്റ്, അത് സൂചന ആയേക്കാം. ദാറ്റ് ബീറ്റ്സ് ആർ നോട്ട് ബീങ് ടോളറേറ്റഡ് വെൽ. ഇത് ടോളറേറ്റ് എന്നാൽ പൊറുക്കുക എന്നുള്ള അർത്ഥമാണ്, സഹിക്കുക. അതായത് ബീട്രൂട്ടുകൾ കഴിക്കുന്നത് ശരീരത്തിന് നല്ലതല്ല, വളരെ നന്നായിട്ട് ഇത് ചേരുന്നില്ല എന്നുള്ളതിൻ്റെ സൂചന ആയേക്കാം ഈ ലക്ഷണങ്ങൾ. വയറിളക്കം, അതുപോലെ ഓക്കാനം, വയറുവേദന, ഇതൊക്കെ ഈ പറഞ്ഞതിൻ്റെ ഇത് ശരീരത്തിന് നല്ലതല്ല, നല്ല രീതിയിൽ ആകുന്നില്ല എന്നുള്ളതിൻ്റെ സൂചനകളായേക്കാം. ഈ ബീട്രൂട്ട് കഴിക്കുന്നത് ശരീരം പൊരുത്തപ്പെടുന്നില്ല എന്നുള്ളതിൻ്റെ സൂചനകളായേക്കാം ഇത്തരം രോഗങ്ങൾ ഉള്ളത്. ഇത് കഴിച്ചതിന് ശേഷം ഇത്തരം രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അത് ശരീരം ഈ ബീട്രൂട്ടുമായിട്ട് പൊരുത്തപ്പെടുന്നില്ല എന്നുള്ളതിൻ്റെ സൂചന ആയേക്കാം.